ഇതുവരെയും ഞങ്ങളുടെ ഗാനങ്ങൾ ശ്രദ്ധിച്ച സഹോദരങ്ങളോട് ഒരു ലഘു ബോധവൽക്കരണ സന്ദേശങ്ങളോട് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഈ വിപത്തുകൾക്ക് മുമ്പിൽ യുവതലമുറകളെ കാണുന്നുണ്ട്. അവയുടെ നടുവിൽ ക്രിസ്തുവേശിൽ കൂടെയുള്ള രക്ഷയറിഞ്ഞുകൊണ്ട് സുവിശേഷത്തിന്റെ സന്ദേശവുമായി നിങ്ങളോട് ചില വാക്കുകൾ അറിയിക്കുന്നതിന് വേണ്ടി ബഹുമാനായ ഞങ്ങളുടെ സഹോദരൻ അല്ലമ്മീനെ ക്ഷണിച്ചോളൂ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഉച്ച സമയം എല്ലാ സമയവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ സമയം ഈ ദേശത്തെ കാണുമ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ മുഴുവനായ കർത്താവ് എന്റെ ജീവിതത്തിൽ ഒരിക്കൽ നല്ല സാവകാശത്തിനായി ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ചുമയിലോൺ ഗോസ്പൽ മിനിസ്ട്രീസും IPC സിയോൺ ചർച്ചിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായുള്ള ബോധവൽക്കരണ സുവിശേഷ യാത്രയാണ് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ആയിരിക്കുന്നത്. അടുത്തുമകനെയുമായി ഈ ശബ്ദപത്രികകളിൽ ഞങ്ങൾ ശ്രമിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും അഖിലോക രക്ഷിതാവും മാനവരാശിയുടെ വീണ്ടെടുപ്പുകാരനും ഇതാ ഞാൻ വേഗം വരുന്ന മനവി ചെയ്യുന്നതുമായ യേശു മിശിഹായുടെ ക്രിസ്തീയ നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങളെ രേഖപ്പെടുത്തുന്നു. പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഹിമാലയ മലമുകളിൽ നിന്ന് ഋഷിവര്യന്മാർ ഇപ്രകാരം പ്രാർത്ഥിച്ചു: തമസോമ ജ്യോതിർഗമയ, അസത്യോമ സദ്ഗമയ, മൃത്യോമ അമൃതംഗമയ. സഹോദരങ്ങളെ, ഋഷിവര്യന്മാരുടെ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ് ഞങ്ങൾ ഈ പകൽക്കാലം പ്രസംഗിക്കുന്ന ശ്രീ യേശു ക്രിസ്തു എന്ന വ്യക്തി. ആരാണ് യേശു ക്രിസ്തു എന്നൊരു ചോദ്യമായിരിക്കും ഒരുപക്ഷെ താങ്കളുടെ ഹൃദയത്തെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ജനകോടികളുടെ ഹൃദയത്തിൽ ഇന്നും തുടിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം, ആരാണ് യേശു ക്രിസ്തു? പലർക്കും പല ഉത്തരങ്ങളെ പറ്റി പറയാനുണ്ടാകും. ചിലർ പറയുന്നു യേശു ക്രിസ്തു ഒരു പ്രവാചകനാണെന്ന്, ചിലർ പറയുന്നു യേശു ക്രിസ്തു ഒരു ഗ്രന്ഥകാരനാണെന്ന്, ചിലർ പറയുന്നു യേശു ക്രിസ്തു ഒരു വൈദ്യനാണെന്ന്. ഇതെല്ലാം ശരി തന്നെ. പക്ഷേ ആരാണ് യേശു എന്ന് കാലയവനകൾക്കപ്പുറം നാം ചെന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അഖിലാണ്ട ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി കീറി മുറിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ കേന്ദ്രബിന്ദുവായി നാമമുയർത്തിയ നാമത്തെയാണ് ഞങ്ങൾ ഈ പകൽക്കാലം പ്രസംഗിക്കുന്ന ഇത് പറയുന്ന എന്റെ പേര് അല്ലമീൻ എന്ന പാരമ്പര്യമായി മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട അല്ലമീൻ ഈ നട്ടുച്ചയ്ക്ക് എന്തിനു വന്ന് യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സഹോദരങ്ങളെ, ഞാൻ വിശ്വസിച്ചതിന്, ഞാൻ ആരാധിച്ചതിന്, ഞാൻ സേവിച്ചതിന്, ഞാൻ പഠിച്ചതിന് എന്റെ പാപത്തിന് പരിഹാരം തരാൻ കഴിയാതെ, എന്റെ ആവശ്യങ്ങൾക്ക് നടത്തിത്തരാൻ കഴിയാതെ അമ്മയെ പരാജയപ്പെട്ടപ്പോൾ പാപത്തിന്റെ ചെറ്റു കണ്ടെത്തി നിന്ന് എന്നെ മറുപടി എത്തിച്ച ഒരു കാര്യമുണ്ട്. ആ വ്യക്തിയാണ് ഞാൻ ഈ പാൽക്കാലം പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു എന്ന സഹോദരങ്ങളെ, യേശു ക്രിസ്തു ഒരു ഗ്രന്ഥകാരനല്ല. പക്ഷേ ഈ പുണ്യമായ പുകഴ്ത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള ലഘുലേഖനങ്ങൾക്കും പുസ്തകങ്ങൾക്കും ഇന്ന് ലോകത്തിൽ കണക്കില്ല എന്നുള്ളതാണ് വാസ്തവം. നാം ഒന്ന് ചിന്തിച്ചാൽ ഇന്നത്തെ സമൂഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അക്രമങ്ങളും അരാജകത്വങ്ങളും അണിയിലേറുന്ന ജീവിതം കൊണ്ട് മൃഗങ്ങൾ പോലും ചെയ്യാനാവാത്ത വിധം, മൃഗങ്ങൾ പോലും ചെയ്യാൻ ഉറപ്പാകുന്ന വിധം കൊലപാതകങ്ങളും അണിയിലേറുന്ന ജീവിതം കൊണ്ട് നാൽക്കാലികളെ പോലെ അപമാനിക്കുന്ന നിലവാരത്തിൽ 20,000 മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനേറെ പറയണം, സ്വന്തം മാതാപിതാക്കളെ മറക്കുന്ന തലമുറകൾ, പ്രസവിച്ച കുഞ്ഞിനെ മറക്കുന്ന മാതാപിതാക്കൾ, സ്വത്തിന് വേണ്ടി പണത്തിന് വേണ്ടി കൂടപ്പുറപ്പിനെ കൊല്ലാൻ മടിക്കാത്ത സഹോദരങ്ങളുടെ കാലഘട്ടത്തിൽ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് മനുഷ്യൻ ഇങ്ങനെ അധപ്പതിച്ചു പോകുവാൻ കാരണം? ജ്ഞാനത്തിന്റെ കുറവാണോ? സമ്പത്തിന്റെ കുറവാണോ? ശാസ്ത്ര പുരോഗതിയുടെ കുറവാണോ? അല്ല, ഇതിനെല്ലാം ഔന്നിത്യം പ്രാപിച്ച മനുഷ്യനാണ് ഈ കാണുന്ന നിലവാരത്തിലുള്ള അധാർമിക പ്രവർത്തനങ്ങൾ ചെയ്ത് മാനവ സമൂഹത്തിന് നാണക്കേടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാം കാരണം എന്തെന്ന് വിളിച്ചു ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തിരുവചന പ്രകാരം വിളിച്ചു പഠിപ്പിക്കുന്നു, ഇതിന്റെ എല്ലാ കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ ഉൾക്കൊള്ളുന്ന പാപമാണ്. ജീവിക്കുന്ന ദൈവത്തിന്റെ സത്യത്തിരുവചന പ്രകാരം വിളിച്ചു പറയുന്നു, ഏക മനുഷ്യനാൽ പാപത്താൽ മരണം ലോകത്തിൽ കടന്നു, പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. അതുകൊണ്ട് സഹോദരങ്ങളെ,
ഞാൻ ആർക്കും ഇതുവരെ ദോഷങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ആരെ ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ ആരുടെ പിടിച്ചു പറിച്ചിട്ടില്ല എന്നൊക്കെ ചിന്തിക്കുന്ന സഹോദര സഹോദരി, മാതാവേ, പിതാവേ, താങ്കൾക്ക് തെറ്റി. നമ്മെ പോലെ നമ്മുടെ സാദൃശ്യത്തിലുള്ള മനുഷ്യൻ ഈ പാപങ്ങളൊക്കെ ചെയ്തു കൂട്ടുമ്പോ ഞാനത് ചോദിക്കട്ടെ, പലപ്പോഴും ദൈവത്തോട് ദൈവം നമ്മെ ഈ ഭൂമിയിൽ എന്തിനാക്കി വെച്ചിരിക്കുന്നത് ഉദ്ദേശം പോയി നമുക്കറിയാതെ നാം പാപം ചെയ്ത് ദൈവത്തിന്റെ വഴിയിൽ നിന്ന് വിട്ടുമാറി നടക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത്. തിരുവചനം ഇപ്രകാരം വിളിച്ചു പഠിപ്പിക്കുന്നു, നമ്മൾ വാക്കുകൊണ്ട് ഒരു വ്യക്തിക്ക് വിരോധമായിട്ട് ആ വ്യക്തിക്ക് മുറിവുണ്ടാക്കുന്ന തരത്തിൽ സംസാരിച്ചാൽ നമ്മൾ വാക്കുകൊണ്ട് ആ വ്യക്തിയെ കൊലപ്പെടുത്തുവാനിടയായി തീർന്നു. ഒരു സ്ത്രീയെ വിളക്കിൽ വന്നോട് നോക്കുന്നതും അവരുടെ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയെന്ന് സത്യ തിരുവചന പുസ്തകം വിളിച്ചു പഠിപ്പിക്കുന്നുവെങ്കിൽ പലപ്പോഴും കൊലപാതകരായിരിക്കുന്ന, പലപ്പോഴും വ്യഭിചാര കർമ്മങ്ങൾ ചെയ്യുന്ന നമ്മെ പോലെയുള്ള മനുഷ്യർ പാപികളെന്ന് വിളിച്ചു പറയുവാൻ നമുക്ക് ആർക്കും സാധിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഈ പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഞാൻ ഓർമ്മിച്ചല്ലോ, നിത്യമായ ഒരു മരണം നമ്മെ ഓരോരുത്തരെ തേടിയിരിക്കുമെന്നുള്ള വാസ്തവം നാം വിസ്മരിച്ചു പോകരുത്. അങ്ങനെ ഏതൻ പരദീസിൽ ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കി വെച്ചു. ദൈവത്തിന്റെ ഉദ്ദേശം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പരാജയപ്പെട്ട മനുഷ്യൻ പാപത്തിന്റെ ചേച്ചുകണ്ടത്തിൽ പതിച്ചു. ആദാമ്യ പാപത്തിന്റെ താങ്ങാനാവാത്ത പാപവും ഭാരം ചുമന്നുവെച്ചുകൊണ്ട് മനുഷ്യൻ ഇന്നും നാശകൂപത്തിലേക്ക് നടന്നു നീങ്ങുന്നു. കാഴ്ചകളും നേർച്ചകളും കർമ്മങ്ങളും യാഗങ്ങളും ഹോമങ്ങളും അർപ്പണ ദർപ്പണ കാഴ്ചകൾ നടത്തി അമ്പേ പരാജയപ്പെട്ട് പാപത്തിന് പരിഹാരം കാണാതെ നിൽക്കുന്ന വ്യക്തി ജീവിതമേ, ഞാൻ വിളിച്ചു പറയുന്നു, മറ്റൊരു സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനല്ലാതെ നിങ്ങളുടെ പാപത്തിൽ ഒരു വിടുതൽ തരുവാൻ മറ്റാർക്കും ഈ ലോകത്തിൽ സാധിക്കുകയില്ല. നോക്കണമേ, ആദാമ്യ പാപത്തിന്റെ താങ്ങാനാവാത്ത ഭാരം ചുമന്നുകൊണ്ട് മനുഷ്യൻ നാശത്തിന്റെ കൂപത്തിലൊക്കെ കടന്നു നീങ്ങുന്നു. പാപിയായിരിക്കുന്ന മനുഷ്യനെ നീതിമാനായിരിക്കുന്ന ദൈവമായി സംസർഗം പുലർത്തുവാൻ സാധിക്കത്തില്ല. മനുഷ്യന്റെ പാപം നീതിമാനും വിശുദ്ധനുമായ ദൈവത്തിൽ നിന്ന് അവരെ അകറ്റി ഇന്ന് കാണുന്ന നിലവാരത്തിൽ കൊലപാതകനും വ്യഭിചാരകനും അനീതർന്ന ജീവിതം നയിക്കുന്നവനും മദ്യപ്രിയനും കലഹക്കാരനുമാക്കി കറുത്തുവിന്റെ മനസ്സാക്ഷിയോട് പാപത്തിന്റെ ചേച്ചുകണ്ടത്തിൽ താഴ്ത്തുന്നു. പാപത്തിന്റെ ചേച്ചുകണ്ടത്തിൽ നിലം പഠിച്ച മനുഷ്യൻ പല കർമ്മമാർഗങ്ങൾ ചെയ്തിട്ടും അവന് രക്ഷ പ്രാപിക്കാൻ സാധിക്കുന്നില്ല. പല പ്രവൃത്തികളും ചെയ്തിട്ടും അവന് വിടുതൽ പ്രാപിക്കാൻ സാധിക്കുന്നില്ല. സഹോദരങ്ങൾ, ഞാൻ വിളിച്ചു പറയട്ടെ, താങ്കളെ രക്ഷിക്കുവാൻ മതിയായവനാണ് യേശു ക്രിസ്തു. അഖിലാണ്ടവും മറ്റു സമസ്തത്തെ ഒഴിവാക്കിയ ദൈവം ഒരു കന്യകയുടെ ഗർഭപാത്രത്തോളം ചെറുതായി ദൈവരൂപത്തിലേക്ക് ദൈവത്തോടെ സമസ്ത മുഴുവൻ വീഴ്ചകളോടെന്ന് വിചാരിക്കാതെ ദാസരൂപമായിട്ട് മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോടും ക്രൂശനും മരണത്തോടും തന്നെ അനുസരണമുള്ളവരായി തീർന്നു. മാനവജാതിയുടെ പാപത്തിന് പരിഹാരത്തിനായി ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഓരോരുത്തരുടെ പാപത്തിന് പരിഹാരത്തിനായിട്ട് ഈ കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിന്റെ ഭൂമിക്കുള്ളത് 3 കാര്യങ്ങൾ തിരിയത് നമ്മുടെ ഓരോരുത്തരുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല, യേശുക്രിസ്തു മുസൽമാന്റെ മാത്രം ദൈവമല്ല, യേശുക്രിസ്തു ഹിന്ദുവിന്റെ പാർസിയുടെ ജൈനന്റെ മാത്രം ദൈവമല്ല, മറിച്ച് സകല മാനവരാശിക്കുമുണ്ടായ മഹാസന്തോഷമാണ് നസ്രയനായ ക്രിസ്തു എന്ന് പറയുന്ന സന്തോഷം. സഹോദരങ്ങളെ, താങ്കൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, കുടുംബ തകർച്ചയിലായിക്കൊള്ളട്ടെ, രോഗത്തിന്റെ പിടിമുറുക്കത്തിലായിക്കൊള്ളട്ടെ, നിരാശയിലായിക്കൊള്ളട്ടെ, നിർത്താൻ കഴിയാത്ത മദ്യപാനത്തിലായിക്കൊള്ളട്ടെ, ആത്മഹത്യയുടെ വക്കിലായിക്കൊള്ളട്ടെ, താങ്കളെ വിടുവിക്കുവാൻ യേശു ക്രിസ്തുവിന് ഒരവസരം മാത്രം നൽകുക. എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച യേശു, എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച യേശു നിശ്ചയമായും താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടയായി തീരും. തിരുവചനം പഠിപ്പിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ കുടുംബം രക്ഷ പ്രാപിക്കുവാൻ ഇടയായി തീരും. അതുകൊണ്ട് സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ താങ്കളുടെ കുടുംബം രക്ഷ പ്രാപിക്കും. താങ്കളെ വിടുവിക്കുവാൻ ആ യേശു ക്രിസ്തു ശക്തന. അതുകൊണ്ട് ഹൃദയത്തിൽ ഇനി ഒട്ടും വൈകണ്ട. തിരുവചനം വിളിച്ചു പഠിപ്പിക്കുന്നു, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇതാകുന്ന സുപ്രസാദ കാലം. ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പ്. സുവിശേഷം എന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും മഹിമയുടെ വെളുപ്പുകാലത്ത് ജീവിക്കുന്ന സാക്ഷാൽ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊള്ളുക. അവരാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അതുകൊണ്ട് സഹോദരങ്ങളെ, താങ്കളെ വിടുവിക്കുവാൻ യേശു ക്രിസ്തു മതിയായവന. താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ യേശു ക്രിസ്തു ശക്തന. താങ്കൾ ആത്മഹത്യയുടെ വക്കിലാണോ, കുടുംബ തകർച്ചയുടെ വക്കിലാണോ, നിരാശയുടെ വക്കിലാണോ,
കുറ്റമറ്റ മനസാക്ഷിയോടെ നീർന്ന വിഷത്തിന്റെ രോഗിയായി ആകുല ചിന്തയോടെ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. സഹോദര സഹോദരി, മാതാവ് പിതാവ്, ഈ ശബ്ദപത്രികളെ കേൾക്കുന്ന മിത്രങ്ങളെ, താങ്കളുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ട് യേശു ക്രിസ്തു ഒരിക്കലായി മരിച്ചു, ഒരിക്കലായി അടക്കപ്പെട്ടു, ഇന്നും മഹിമയുടെ വാർത്തയിൽ ജീവിക്കുന്നു. അതുകൊണ്ട് ആ ക്രിസ്തുവിനെ പ്രവർത്തിക്കാൻ ഒരു അവസരം നൽകിയാൽ നിശ്ചയമായി യേശു താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടയായിത്തീരും. ക്രിസ്തു താങ്കളെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുവാൻ ഇടയായിത്തീരും. യേശു ക്രിസ്തു നിങ്ങളെ ചതിക്കത്തില്ല, യേശു ക്രിസ്തു നിങ്ങളെ കൈവിടത്തില്ല. നിങ്ങളെ വീറുന്ന വിഷയങ്ങളെ കണ്ട് യേശു മുഖം തിരിഞ്ഞു പോകത്തില്ല. മിത്രമേ, നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ക്രിസ്തുവിന് ഒരു അവസരം മാത്രം നൽകുക. തിരുവചനം ഇപ്രകാരം വിളിച്ചു പഠിപ്പിക്കുന്നു: വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. മിത്രമേ, ഏറിയാൽ 70 അല്ലെങ്കിൽ 80, ആർക്കും ഗ്യാരണ്ടി പറയാൻ കഴിയാത്ത സമയത്തിലൂടെ നാം ജീവിച്ചു നീങ്ങുമ്പോൾ നിന്നെ കൊണ്ട് എന്ത് ഉപകാരം ഈ ഭൂമിക്കുണ്ടായെന്ന ചോദ്യം വന്നാൽ നാം ദുഷ്ടദാസനായ മുറിയുടെ മുമ്പിൽ നിൽക്കുവാനിടയായി തീരാതെ നമ്മുടെ മറ്റു ജീവിതം ശരീരമാണെന്ന കാര്യം വിസ്മരിച്ചു പോകരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നോ നാളെയോ കത്തിൽ കിടക്കയിൽ വെച്ചോ വഴിമധ്യയിൽ വെച്ചോ മരണത്തിൽ പിടിക്കുന്നുണ്ട്, രോഗം നിങ്ങളെ അങ്കാളിപ്പിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും സ്വന്തം നാഥനുമായി ഹൃദയത്തിൽ വിശ്വസിച്ച് സ്വീകരിച്ച് തിരുവചനമനുസരിച്ച് ജീവിച്ചാൽ നിശ്ചയമായും തന്റെ മക്കളെ ചേർക്കുവാൻ വീണ്ടും വരുവാൻ യേശുക്രിസ്തുവിന്റെ സമയം വളരെ ആഗതമായിരിക്കുക. അതുകൊണ്ട് കാലമേറെയില്ല, സമയമേറെയില്ല, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇതാകുന്ന സുപ്രസാദ കാലം. വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുക. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പ്രകാരം നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ക്രിസ്തു താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ലോകവൈദ്യ വിധിയെ മുൻപിൽ, വൈദ്യശാസ്ത്രം വിധി എഴുതി ഇതിനെ കൊണ്ട് അവസാനിക്കുമെന്ന് എഴുതി വെച്ചിരിക്കുന്ന വിധികളുടെ മുൻപിൽ യേശു ക്രിസ്തു താങ്കളുടെ ജീവിതത്തെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാനിടയായിട്ട് ഈ ശബ്ദത്തിന് മുൻപിൽ ഞാൻ താങ്കളുടെ ഹൃദയത്തെ വിട്ടു തുറന്നു കൊടുക്കുവാനിടയായിത്തീരുന്നു. ഞാൻ വാദത്തിൽ നിന്ന് വിട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാദം തുറന്നാൽ ഞാൻ ഇവിടെ അടുക്കൽ ചെന്നവനോട് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുവാനിടയായിത്തീരുമെന്ന് കർത്താവ് പറഞ്ഞ വചനം എത്രയോ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ശബ്ദം കേൾക്കുമ്പോൾ താങ്കളുടെ ഹൃദയ കവാടത്തോട് യേശു ക്രിസ്തു കൊട്ടിക്കൊണ്ടിരിക്കുക. താങ്കളുടെ ഹൃദയത്തെ കർത്താവിന് വേണ്ടി തുറക്കുക. യേശു താങ്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ചിരുന്ന എല്ലാ പ്രബുദ്ധരായ ദേശവാസികൾക്കും എനിക്ക് അവസരം നൽകിയ ചുമയിലെ ഗോസ്പൽ മിനിസ്ട്രീസിനുള്ള നന്ദി കർത്താവ് രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം, ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ, ഈ
ഇതുവരെയും ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പാട്ടിലൂടെയും ദൈവവചന ശുശ്രൂഷയിലൂടെയും ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിയുന്ന ഒരു കർത്താവ് ലോകത്തിൽ ജീവിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും ആശ്വാസത്തിനും നിങ്ങളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ തിരുവേദിയിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ വചനം ഗൗരവനീയമായി ഫലം കുറയേണ്ടതിന് അവിടുന്ന് കൽപ്പിക്കണമേ. ദൈവജനത്തിലൂടെയും പാട്ടിലൂടെയും ഞങ്ങളെ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവർ കർത്താവായ യേശുവിനെ കണ്ടെത്തുവാനിടയാകണമേ. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാൻ കാരണമാക്കണമേ. ഭാവത്തിൽ ജീവിക്കുന്ന ജനത്തെ രക്ഷിക്കണമേ. സമാധാനമില്ലാതെ ജീവിക്കുന്നവർക്ക് സമാധാനം കൊടുക്കണമേ. രോഗികളായ മനുഷ്യർക്ക് രോഗശാന്തി നൽകണമേ. അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ നല്ല കർത്താവേ, ഈ ദേശത്തിലെ സഹോദരി സഹോദരന്മാരെ ചെറിയവരെയും വലിയവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്നവരെ അതിന് വിടുവിക്കണമേ. സുവിശേഷം അറിയിച്ച അടിയങ്ങളോടുകൂടെ ദൈവമിരിക്കണമേ. ഈ സുവിശേഷ പ്രവർത്തനത്തെ വീണ്ടും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവിന്റെ വരവിനായി ഈ ദേശത്തിലെ എല്ലാവരും ഉണർത്തപ്പെടുവാനിടയായി തീരട്ടെ. പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചതുപോലെ ഈ ദേശത്തോട് പരിവർത്തിച്ചുകൊണ്ടിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ദേശനിവാസികൾ, വ്യാപാരി സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് ഏവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയ്ക്കും മറ്റു വിവരങ്ങൾക്കും വ്യക്തിപുറം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ DM ജോൺ പാഷുമായിട്ട് ബന്ധപ്പെടുക. തുടർന്നുള്ള പരസ്യയോഗം അദാൻ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങോട്ടൊന്ന് കടന്നു പോകും.